ഹലോ, എല്ലാവർക്കും ബയോസ്റ്റിന്റെ HSI നാച്ചുറൽ സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റൊമാറ്റയുടെ സ്ട്രക്ചറാണ്. ആസ്യരന്ധ്രങ്ങളുടെ ഘടനയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പോകാം വീഡിയോയിലേക്ക്. എന്താണ് ആസ്യരന്ധ്രങ്ങൾ അഥവാ സ്റ്റൊമാറ്റ? ഇലകളിലും ഇളം തണ്ടുകളിലും കാണ്ഡങ്ങളിലും കാണപ്പെടുന്ന ചെറിയ സുഷിരങ്ങളെ, ഉപരിവൃതിയിൽ കാണപ്പെടുന്ന ചെറിയ സുഷിരങ്ങളെയാണ് സ്റ്റൊമാറ്റ അല്ലെങ്കിൽ ആസ്യരന്ധ്രങ്ങൾ എന്നറിയപ്പെടുന്നത്. സാധാരണ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച്, വാതക വിനിമയത്തിന് കാർബൺ ഡയോക്സൈഡിനെ പുറത്ത് വിടാനോ അല്ലെങ്കിൽ സ്വീകരിക്കാനോ ഓക്സിജനെ പുറത്തുവിടാനോ സ്വീകരിക്കാനോ. ഇപ്പോൾ റെസ്പിറേഷൻ സമയത്ത് കാർബൺ ഡയോക്സൈഡിനെ പുറത്തുവിടുന്നു, പ്രകാശ സംശ്ലേഷണ സമയത്ത് കാർബൺ ഡയോക്സൈഡ് സ്വീകരിക്കുന്നു. അതുപോലെ ഓക്സിജനെ പുറത്തുവിടുകയോ സ്വീകരിക്കുന്ന അതിന് വേണ്ടിയിട്ട് ഗ്യാഷ്യസ് എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ടും സസ്യസേചനം, അധികമുള്ള ജലത്തെ ബാഷ്പമാക്കി പുറത്തുവിടാനും നീരാവിയാക്കി പുറത്തുവിടാനും സഹായിക്കുന്ന സസ്യസേചനം അഥവാ ട്രാൻസ്പിറേഷൻ, ഈ പ്രോസസ്സുകൾക്കാണ് ആസ്യരന്ധ്രം സഹായിക്കുന്നത്. ആസ്യരന്ധ്രം ഒരു സുഷിരമാണെന്ന് അറിയാം. ആ സുഷിരത്തെ സംരക്ഷിച്ചുകൊണ്ട് കാണപ്പെടുന്ന രണ്ട് കോശങ്ങളെയാണ് കാവൽ കോശങ്ങൾ അഥവാ ഗോഡ് സെൽസ് എന്നറിയപ്പെടുന്നത്. ഇത് ഡൈക്കോട്ട് പ്ലാന്റ്, ദ്വിബീജ പത്ര സസ്യങ്ങളിൽ പയറ് വിത്തിന്റെ ആകൃതിയിലോ അല്ലെങ്കിൽ ബീൻ ഷേപ്പിലോ കിഡ്നി ഷേപ്പിലോ കാണപ്പെടും. എന്നാൽ മോണോകോട്ട്, ഏകബീജ പത്ര സസ്യങ്ങളിൽ ഡംബൽ ആകൃതിയിലായിരിക്കും ഈ കാവൽ കോശങ്ങൾ കാണപ്പെടും. ചിത്രം നോക്കുക. ആദ്യത്തത് ഡൈക്കോട്ടിൽ കാണപ്പെടുന്ന സ്ട്രക്ചറാണ്, രണ്ടാമത്തത് മോണോകോട്ടിലെ സ്ട്രക്ചറാണ്. അപ്പോൾ ഒരു സുഷിരത്തിനെ സംരക്ഷിച്ചുകൊണ്ട് കാണപ്പെടുന്ന കോശങ്ങളാണ് കാവൽ കോശങ്ങൾ. അതിന്റെ ആകൃതി മനസ്സിലായല്ലോ. ഈ കാവൽ കോശങ്ങളുടെ പുറത്തെ ഭിത്തി, ഔട്ടർ ലെയർ കനം കുറഞ്ഞതായിരിക്കും. എന്നാൽ അകത്ത് ആ സുഷിരത്തിനോട് ചേർന്ന് വരുന്ന ഭാഗത്തെ ഭിത്തി കുറച്ച് കട്ടിയുള്ളതും ഇലാസ്റ്റികത ഉള്ളതുമായിരിക്കും. അപ്പൊ കട്ടിയുള്ളതും ഇലാസ്റ്റികതയുമുള്ള ഒരു ലെയർ ആയിരിക്കും, കോശഭിത്തി ആയിരിക്കും അകത്ത് ആ സ്റ്റൊമാറ്റോട് ചേർന്ന് വരുന്ന ഭാഗത്തുള്ളത്. എന്നാൽ പുറത്ത് വരുന്ന ആവരണം, ഭിത്തി എന്ന് പറയുന്നത് എപ്പോഴും കട്ടി കുറഞ്ഞ നേർത്ത ഭിത്തിയായിരിക്കും. കാവൽ കോശങ്ങൾ രണ്ടെണ്ണം ഉണ്ടെന്ന് പറയും. ആ കാവൽ കോശങ്ങളെ ചുറ്റി കാണപ്പെടുന്ന കുറച്ച് കോശങ്ങൾ ഉണ്ടാവും. അതിനെ സബ്സിഡറി കോശങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ആക്സസറി കോശങ്ങൾ എന്നും അറിയപ്പെടാറുണ്ട്. കാവൽ കോശങ്ങളെയും സുഷിരത്തെയും അതോടൊപ്പം കാണപ്പെടുന്ന സബ്സിഡറി കോശങ്ങളെ ചേർത്തുകൊണ്ട് സ്റ്റൊമാറ്റൽ അപ്പാരറ്റസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി നമ്മുടെ സ്റ്റൊമാറ്റയിലൂടെ, സുഷിരത്തിലൂടെ ഇലയുടെ അകത്ത് കയറുമ്പോഴോ, നമ്മൾ അനാട്ടമിൽ പഠിച്ചതാണ്, അകത്തൊരു ചേംബർ ഉണ്ടെന്ന് അറിയാം. എപ്പിഡെർമിസിലെ സ്റ്റൊമാറ്റയ്ക്ക് ഉൾവശത്തോട്ട് ഒരു ചേംബർ കാണും, ഒരു അറ കാണും, വായു അറ ഉണ്ടാകും. അതിനെ സബ് സ്റ്റൊമാറ്റൽ ചേംബർ അല്ലെങ്കിൽ റെസ്പിറേറ്ററി ചേംബർ എന്നാണ് അറിയപ്പെടുന്നത്. ഉപരിവൃതിയിലെ മറ്റു കോശങ്ങളിൽ വ്യത്യാസമായി കാവൽ കോശങ്ങളിൽ ഹരിതകണം അഥവാ ക്ലോറോപ്ലാസ്റ്റ് കാണപ്പെടുന്നു. എപ്പിഡെർമിസിലാണല്ലോ സ്റ്റൊമാറ്റ കാണപ്പെടുന്നത്, അതിലെ കാവൽ കോശങ്ങൾ കാണപ്പെടുന്നത്. എപ്പിഡെർമൽ സെൽസിന്റെ പ്രത്യേകത ക്ലോറോപ്ലാസ്റ്റ് ഇല്ലാത്തതായിരുന്നു. എന്നാൽ കാവൽ കോശങ്ങളിൽ ക്ലോറോപ്ലാസ്റ്റ് ഉള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ ഫോട്ടോസിൻസ് ഒരു ഫംഗ്ഷനായിട്ട് പറയാം. ഇലകളിൽ മാത്രമല്ല ഫലങ്ങളിലും പൂവിന്റെ പല ഭാഗങ്ങളിലും സ്റ്റൊമാറ്റ അല്ലെങ്കിൽ ആസ്യരന്ധ്രങ്ങൾ കാണപ്പെടും. ടൈപ്സ് ഓഫ് സ്റ്റൊമാറ്റ, വിവിധ തരം ആസ്യരന്ധ്രം. ആസ്യരന്ധ്രങ്ങളിൽ സ്റ്റൊമാറ്റയ്ക്ക് ചുറ്റും കാണപ്പെടുന്ന സബ്സിഡറി കോശങ്ങളുടെയും അതുപോലെ കാവൽ കോശങ്ങളുടെയും സ്ട്രക്ചറിന്റെയും അതിന്റെ എണ്ണത്തിനെയും അടിസ്ഥാനമാക്കിയിട്ടാണ് ആസ്യരന്ധ്രങ്ങളെ വിവിധ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിലെ ആദ്യത്തേതാണ് അനോമോസൈറ്റിക് സ്റ്റൊമാറ്റ. അനോമോസൈറ്റിക് സ്റ്റൊമാറ്റയുടെ അർത്ഥം എന്ന് പറയുന്നത് ക്രമരഹിതമായ കോശങ്ങൾ ഉള്ളവ എന്നാണ്. അതായത് ആദ്യത്തെ ചിത്രം നോക്കുക, അതിനകത്ത് സ്റ്റൊമാറ്റ കാണാൻ കഴിയും, ഗോഡ് സെൽസ് ഒരുപാട് കാണാൻ കഴിയും. അതിന് ചുറ്റുമുള്ള സെല്ലുകളെ നിരീക്ഷിക്കുക. ഇതിൽ ഏതാണ് സബ്സിഡറി സെൽസ്, ഇതിൽ ഏതാണ് എപ്പിഡെർമൽ സെൽസ്, അങ്ങനെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? അതായത് കാവൽ കോശങ്ങൾ ഉണ്ടെങ്കിൽ ചുറ്റും സബ്സിഡറി കോശങ്ങൾ ഉണ്ടാവും. അത് എപ്പിഡെർമൽ ടിഷ്യൂസിലാണ് ഇങ്ങനെ ഇടവിട്ടാണ് കാണപ്പെടുന്നത്. ഇത് രണ്ടും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഒരേ കണക്ക് കാണപ്പെടുക. അതായത് സബ്സിഡറി കോശങ്ങളും ഉപരിവൃതിയിൽ എപ്പിഡെർമൽ കോശങ്ങളും ഒരേ വലിപ്പത്തിലും ആകൃതിയിലും കാണും. രണ്ടും ഒരേ കണക്കിരിക്കുന്ന കോശങ്ങൾക്ക് ഇടയിലായിരിക്കും സ്റ്റൊമാറ്റ കാണപ്പെടുന്നതെങ്കിൽ അത്തരം സ്റ്റൊമാറ്റയാണ് അനോമോസൈറ്റിക് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. അപ്പോസൈനേസി, വൊറാജിനേസി, ചിനോപോഡിയേസി, കുക്കുർബിറ്റേസി തുടങ്ങിയ 100-ലധികം ഡൈക്കോട്ട് ഫാമിലിയിൽ ഇത്തരം സ്റ്റൊമാറ്റ കാണപ്പെടുന്നത്. രണ്ടാമത്തെ ടൈപ്പാണ് അനൈസോസൈറ്റിക് സ്റ്റൊമാറ്റ, അതായത് അസമമായ കോശങ്ങളുള്ളവ നോക്കും, സമമല്ലാത്ത കോശങ്ങളുള്ള സ്റ്റൊമാറ്റ. ആ ചിത്രം നോക്കും. സ്റ്റൊമാറ്റയിലെ ഗോഡ് സെൽസ് കാണാൻ കഴിയും. അതിന് ചുറ്റും 3 അനുബന്ധ കോശങ്ങൾ, സബ്സിഡറി കോശങ്ങൾ കാണാൻ കഴിയും. അതിൽ 2 വലുത്, ഒരെണ്ണം ചെറുത്. 2 വലിയ സബ്സിഡറി കോശങ്ങൾ, ഒരു ചെറിയ സബ്സിഡറി കോശം, അതിനിടയിലായിരിക്കും സ്റ്റൊമാറ്റയിലെ ഗോഡ് സെൽസ് കാണപ്പെടുന്നത്. ഈ തരം സ്റ്റൊമാറ്റകളാണ് അനൈസോസൈറ്റിക് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. ബ്രാസിക്കേസി, സൊളനേസി, ഗ്രാസിലേസി തുടങ്ങിയ 30-ലധികം ഡൈക്കോട്ട് ഫാമിലി നമുക്ക് ഈ തരം സ്റ്റൊമാറ്റ കാണാറുണ്ട്. ഇത് ക്രൂസിഫറേസി അഥവാ ബ്രാസിക്കേസി എന്ന കുടുംബത്തിന്റെ ഒരു പ്രധാന പ്രത്യേകത ആയതുകൊണ്ട് തന്നെ ക്രൂസിഫറസ് ടൈപ്പ് തരം സ്റ്റൊമാറ്റ എന്നും ഇതിനെ അറിയപ്പെടുന്നു. അപ്പൊ അനൈസോസൈറ്റിക്ക് ക്രൂസിഫറസ് ടൈപ്പ് സ്റ്റൊമാറ്റ എന്ന പേരിലും അറിയപ്പെടുന്നു.
അടുത്ത മൂന്നാമത്തെ ടൈപ്പാണ് ഡയാസൈറ്റിക് സ്റ്റൊമാറ്റ. ഇതിനെ ക്രോസ് സെൽഡ് സ്റ്റൊമാറ്റ എന്നോ അല്ലെങ്കിൽ കാരിയോഫിലിയേഷ്യസ് സ്റ്റൊമാറ്റ ടൈപ്പ് എന്ന് കാണപ്പെടുന്നു. കാരിയോഫിലിയേസി ഫാമിലിയിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു ടൈപ്പിന്റെ പേര് വന്നത്. ഇനി എന്താണ് നോക്കുന്നത്, ആ ചിത്രം നോക്കിയിട്ട് നമുക്ക് പറയാം. ആദ്യത്തെ ചിത്രം നോക്കുക. കാവൽ കോശങ്ങൾ കാണപ്പെടുന്നു. ഈ കാവൽ കോശങ്ങളുടെ മുകളിലും താഴെയായിട്ട് രണ്ട് അനുബന്ധ കോശങ്ങൾ, സബ്സിഡറി കോശങ്ങളുണ്ട്. ഈ രണ്ട് അനുബന്ധ കോശങ്ങളുടെ പൊതുഭിത്തി, പൊതുവായിട്ടുള്ള സെൽവാള് കാവൽ കോശങ്ങളുടെ സെൽവാണ് ലംബമായിട്ടുണ്ട്. അതായത് പെർപെൻഡിക്കുലർ ആയിട്ടല്ലേ കാണപ്പെടുന്നത്. കാവൽ കോശങ്ങൾക്ക് പെർപെൻഡിക്കുലർ മാനറിലാണ് രണ്ട് അനുബന്ധ കോശങ്ങളുടെ ഭിത്തികൾ വരുന്നത്. അങ്ങനെ സബ്സിഡറി കോശങ്ങളുടെ സെൽവാളിന്റെ ഭിത്തി എന്ന് പറയുന്നത് ഗോഡ് സെൽസിന്റെ ഭിത്തിക്ക് ലംബമായിട്ട് വരുന്ന രീതിയിലുള്ള സ്റ്റൊമാറ്റകളാണ് ഡയാസൈറ്റിക് സ്റ്റൊമാറ്റ എന്ന് അറിയപ്പെടുന്നത്. കാരിയോഫിലിയേസി, അക്കാന്തേസി തുടങ്ങിയ 10-ലധികം ഡൈക്കോട്ട് ഫാമിലി ഈ സ്റ്റൊമാറ്റ കാണപ്പെടും. നാലാമത്തെ ടൈപ്പാണ് പാരാസൈറ്റിക് സ്റ്റൊമാറ്റ. പാരാസൈറ്റ് എന്ന പേര് തന്നെ ഉണ്ട്, പാരലൽ ടൈപ്പ് ആയിരിക്കും. അതായത് ചിത്രം നോക്കുക, രണ്ട് കാവൽ കോശങ്ങൾ, അതിന് ചുറ്റുമായിട്ട് രണ്ട് സബ്സിഡറി കോശങ്ങൾ. ആ രണ്ട് സബ്സിഡറി കോശത്തിന്റെ ഭിത്തിയും കാവൽ കോശങ്ങളുടെ ഭിത്തിക്ക് സമാന്തരമല്ലേ, പാരലല്ലേ, അങ്ങനെ കാണപ്പെടുന്ന സ്റ്റൊമാറ്റയാണ് പാരാസൈറ്റിക് എന്ന് പറയാം. ഈ പാരാസൈറ്റിക് സ്റ്റൊമാറ്റ ചില പ്രത്യേക ഫാമിലികളുടെ നിർവചനമായിട്ട് പറയാറുണ്ട്. അതായത് ചില ഫാമിലിയുടെ ഐഡന്റിഫിക്കേഷൻ ഫീച്ചറായിട്ട് പറയാറുണ്ട്. ഫോർ എക്സാമ്പിൾ റൂബിയേസി, കൺവോലിയസി, ഫാബിയസി തുടങ്ങിയ കുടുംബങ്ങളിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്നുണ്ട്. അപ്പൊ ആ ഫാമിലിയുടെ ക്യാരക്ടറിന്റെ എക്സ്പ്ലനേഷനിൽ എടുത്തു പറയുന്ന ഒരു പ്രത്യേകതയാണ് പാരാസൈറ്റിക് സ്റ്റൊമാറ്റ. അടുത്ത ടൈപ്പാണ് ആക്ടിനോസൈറ്റിക് സ്റ്റൊമാറ്റ. നക്ഷത്ര കോശം എന്ന അർത്ഥം വരുന്ന രീതിയിലാണ് ഈ പേര് വന്നിരിക്കുന്നത്. രണ്ട് കാവൽ കോശങ്ങൾ ചുറ്റുമായിട്ട് മിനിമം 5 സബ്സിഡറി കോശങ്ങൾ ഉണ്ടായിരുന്നു. 5-ൽ കൂടാം, ഇവിടെ 5-ൽ കൂടുതലുണ്ട്. ഈ 5-ൽ കൂടുതലുള്ള സബ്സിഡറി സെൽസുകൾ കാവൽ കോശങ്ങൾ ചുറ്റും ഒരു സ്റ്റാർ അപ്പിയറൻസ്, നക്ഷത്ര ആകൃതിയിലാണ് അറേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന് ആ പേര് വന്നത്, ആക്ടിനോസൈറ്റിക് എന്ന പേര് വന്നത്. നക്ഷത്രത്തിന്റെ ആകൃതിയിൽ മിനിമം 5 സെല്ലെങ്കിലും ഉണ്ടായിരിക്കണം, സബ്സിഡറി കോശങ്ങൾ ഉണ്ടായിരിക്കണം. പക്ഷേ 5-ൽ കൂടുതൽ ഉണ്ടാകാം. അങ്ങനെയുള്ള 5-ഓ 5-ലധികമോ കോശങ്ങൾ നക്ഷത്രത്തിന്റെ ആകൃതിയിൽ, സ്റ്റാറിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ടൈപ്പാണ് ആക്ടിനോസൈറ്റിക് എന്ന് പറയാം. എബണേസി ഫാമിലിയുടെ ഒരു പ്രധാന പ്രത്യേകതയാണ് ആക്ടിനോസൈറ്റിക് സ്റ്റൊമാറ്റ. അടുത്തതാണ് സൈക്ലോസൈറ്റിക്. പേരിൽ തന്നെയുണ്ട്, സൈക്ലോ മീൻസ് സർക്കിൾ ആയിട്ട് കാണും. ചിത്രം നോക്കുക, രണ്ട് കാവൽ കോശങ്ങൾ ചുറ്റുമായിട്ട് ഒരുപാട് സബ്സിഡറി കോശങ്ങൾ ഒരു സർക്കിൾ പോലെ ചുറ്റുമായിട്ടാണ് കാണുന്നത്. അതിന് ചുറ്റുമായിട്ട് സർക്കിൾ ആകൃതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നെങ്കിൽ ആ ടൈപ്പ് സ്റ്റൊമാറ്റയാണ് സൈക്ലോസൈറ്റിക് സ്റ്റൊമാറ്റ. അടുത്ത 7ാമത്തെ ടൈപ്പാണ് ടെട്രാസൈറ്റിക് സ്റ്റൊമാറ്റ. ടെട്രാസൈറ്റിക് സ്റ്റൊമാറ്റയുടെ പ്രത്യേകത 4 സബ്സിഡറി കോശങ്ങളുള്ള ഗോഡ് സെൽസ് ആയിരിക്കും. ഗോഡ് സെൽസ് ചുറ്റും 4 സെല്ലുള്ള ചിത്രം നോക്കുക. ആ 4 സെല്ലുകൾ എങ്ങനെയാണ് കാണപ്പെടുന്നത്? 2 എണ്ണം കാവൽ കോശങ്ങളുടെ 2 സൈഡിലായിട്ടും പിന്നെ 2 എണ്ണം അതിന്റെ മുകളിൽ, ഓരോന്നും ഇത് മുകളിൽ താഴെയായിട്ട് അറേഞ്ച് ചെയ്യുന്ന രീതിയിലാണ് കാണപ്പെടുന്നത്. അപ്പൊ 4 അനുബന്ധ കോശങ്ങൾ കാണും. 2 എണ്ണം ദ്വാരത്തിന്റെ ഇരുവശത്തും പിന്നെ ഓരോന്നിതും അതിന്റെ അടുത്തായിട്ടും കാണപ്പെടും, മുകളിലും താഴെയായിട്ട് കാണപ്പെടും. അങ്ങനെ കാണപ്പെടുന്ന 4 കോശങ്ങളാൽ ചുറ്റപ്പെട്ട കാവൽ കോശങ്ങളുള്ള സ്റ്റൊമാറ്റയാണ് ടെട്രാസൈറ്റിക് എന്ന് പറയുന്നത്. സാധാരണ മോണോകോട്ട് ഫാമിലി ഒരു പ്രധാന പ്രത്യേകത കാണപ്പെടുന്നുണ്ട്. ടീലിയ അതുപോലെ ആസ്പിർഡേസി ഫാമിലിയിലും കാണപ്പെടുന്നു. അടുത്ത ടൈപ്പാണ് ഹെക്സാസൈറ്റിക് സ്റ്റൊമാറ്റ. ഹെക്സാസൈറ്റിന്റെ ആ പേര് തന്നെ ഉണ്ട്, 6 അനുബന്ധ കോശങ്ങൾ സബ്സിഡറി സെൽസിന്റെ ഇടയിലായിരിക്കും കാവൽ കോശങ്ങൾ കാണപ്പെടുന്നത്. അതൊരു പ്രത്യേക രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നോക്കാം, സുഷിരത്തിന്റെ അടുത്തായിട്ട്, അതായത് സ്റ്റൊമാറ്റയുടെ ഓപ്പണിങ്ങിന്റെ അടുത്തായിട്ട് 2 ചെറിയ അനുബന്ധ കോശങ്ങൾ, മുകളിലും താഴെയുമായിട്ട് പിന്നെ 2 കണ്ടല്ലോ. അതിനുശേഷം 2 വലിയ അനുബന്ധ കോശങ്ങൾ മെയിൻ എപ്പിഡെർമിസിന്റെയും ഈ സ്റ്റൊമാറ്റയുടെ സബ്സിഡറി കോശത്തിന്റെ ഇടയ്ക്കായിട്ടാണ് കാണപ്പെടുന്നത്. അത് 2 വലുത്. അങ്ങനെ 2 വലുത് ഏറ്റവും പുറത്ത് എപ്പിഡെർമൽ ടിഷ്യൂവിന്റെയും ഈ അനുബന്ധ കോശങ്ങളുടെ ഇടയ്ക്കായിട്ട് കാണപ്പെടും. പിന്നെ സ്റ്റൊമാറ്റയ്ക്ക് ചുറ്റുമായിട്ട് മുകളിൽ 2 സൈഡിലുണ്ട്. അങ്ങനെ കാണപ്പെടുന്ന 6 കോശങ്ങളുള്ള സ്റ്റൊമാറ്റയാണ് ഹെക്സാസൈറ്റിക് സ്റ്റൊമാറ്റ. സാധാരണ മോണോകോട്ട് ഫാമിലികളായ കൊയേസി ഗ്രാമിനി പുല്ലുകുടുംബത്തിലും സൈപ്പറേസി കുടുംബത്തിലും ഇത് കാണാൻ പറ്റും. ചിത്രം കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. മോണോകോട്ട് ഫാമിലി കാണപ്പെടുന്ന സ്റ്റൊമാറ്റ ഡംബിൾ ഷേപ്പിൽ അല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അപ്പൊ ഞാനിത് നെറ്റിൽ നിന്നൊക്കെ എടുക്കുന്നത് കൊണ്ട് അതിൽ കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള പിക്ചർ മാത്രമേ എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റൂ. അപ്പം ഇത് ഡൈക്കോട്ട് ഫാമിലിയും കാണപ്പെടാം, അതിന്റെ പിക്ചർ ആയിരിക്കും ചിലപ്പോൾ തന്നിരിക്കുന്നത്. മോണോകോട്ടിലും കാണപ്പെടുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഡൈക്കോട്ടിൽ ഇല്ല എന്നല്ല, ഡൈക്കോട്ടിന്റെ വെച്ചുള്ള ചിത്രമായിരിക്കും തന്നിരിക്കുന്നത്, മോണോകോട്ട് ഫാമിലിയിലും കാണപ്പെടുന്നു. അടുത്ത ടൈപ്പാണ് ഗ്രാമിനിയസ് സ്റ്റൊമാറ്റ. പേര് തന്നെ ഉണ്ട്, ഗ്രാമിനിയ കുടുംബമുണ്ട്. പുല്ലുവർഗത്തിൽപ്പെട്ട ചെടികളുടെ പ്രധാന പ്രത്യേകതയാണ്. ഇവിടെ
ഡമ്പൽ ആകൃതിയിൽ കാവൽ കോശങ്ങൾ കാണാൻ കഴിയും. അതിന്റെ നടുക്ക് ഭാഗം വളരെ കട്ടിയുള്ളതായിരിക്കും, കുഴിഞ്ഞതായിരിക്കും. അതിന്റെ രണ്ടറ്റം മുകൾ ഭാഗം താഴ്ഭാഗം വീർത്ത് ബൾബസ് പോലെ ഇരിക്കും. അതിന്റെ സൈഡിലായിട്ട് ലെൻസിന്റെ ആകൃതിയിൽ രണ്ട് അനുബന്ധ കോശങ്ങൾ. രണ്ട് ലെൻസ് ആകൃതി അനുബന്ധ കോശങ്ങൾക്കിടയിൽ നടുക്ക് കുഴിഞ്ഞതും കട്ടിയുള്ളതും അറ്റം ബൾബായിട്ടിരിക്കുന്ന വീർത്തിരിക്കുന്ന രീതിയിലുള്ള ഡമ്പൽ ആകൃതിയിലുള്ള സ്റ്റൊമാറ്റയുള്ള ടൈപ്പാണ് ഗ്രാമിനിയ സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. അടുത്ത ടൈപ്പാണ് ഹെമി പാരാസൈറ്റിക് സ്റ്റൊമാറ്റ. ഹെമി പാരാസൈറ്റ് സ്റ്റൊമാറ്റ പ്രത്യേകത ഒരേ ഒരു അനുബന്ധ കോശങ്ങളുള്ളൂ, സബ്സിഡറി സെൽസ് ഒന്നേ ഉള്ളൂ. അത് ഗോഡ് സെൽസിന്റെ കാവൽ കോശങ്ങളുടെ ഒരു സൈഡിലായിട്ട് സമാന്തരമായിട്ട് പാരലായിട്ട് കാണപ്പെടുന്നു. കണ്ടോ, ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് പാരലായിട്ട് കാണപ്പെടാം. ബാക്കിയെല്ലാം എപ്പിഡെർമൽ ടിഷ്യൂസ് ആണ്. അപ്പോൾ ഒരൊറ്റ അനുബന്ധ കോശം കാവൽ കോശത്തിന്റെ ഒരു സൈഡിൽ സമാന്തരമായിട്ട് കാണപ്പെടുന്നു. വാൻ കോട്ടൻ എന്ന സയന്റിസ്റ്റ് ആണ് ഇത് ഹെമി പാരാസൈറ്റ് ടൈപ്പ് ആണെന്ന് ആദ്യമായിട്ട് നിശ്ചയിച്ചത്. അടുത്തത് സ്റ്റൊമാറ്റയുടെ ഓപ്പണിംഗ് ക്ലോസിംഗുമായി ബന്ധപ്പെട്ട തിയറീസ് ആണ്. സ്റ്റൊമാറ്റ തുറക്കുന്നതും അടയ്ക്കുന്നതുമായ സിദ്ധാന്തങ്ങളാണ്. ഒരുപാട് സിദ്ധാന്തമുണ്ട്. ആദ്യത്തെ സിദ്ധാന്തമാണ് പ്രകാശ സംശ്ലേഷണ സിദ്ധാന്തം. അതായത് ഫോട്ടോസ് നടക്കുന്നു, ഗോഡ് സെൽസിൽ കാവൽ കോശങ്ങളിൽ ഫോട്ടോസ് നടക്കുന്ന ഫലമായിട്ട് ലൈറ്റിന്റെ പ്രസൻസ് വെളിച്ചത്തിൽ ഈ സ്റ്റൊമാറ്റ ഓപ്പൺ ചെയ്യുന്ന തെളിയിച്ചത് വോൺ മോഡ് എന്ന സയന്റിസ്റ്റ് 1856 അതായത് കാവൽ കോശങ്ങളിൽ പകൽ സമയത്ത് ഫോട്ടോസ് നടക്കുന്നു, അതിന്റെ ഫലമായിട്ട് ഫുഡ് കാർബോഹൈഡ്രേറ്റ് ഉണ്ടാകും അറിയാം. ഇങ്ങനെ കാർബോഹൈഡ്രേറ്റ് ഗ്ലൂക്കോസ് ഉണ്ടാകുമ്പോൾ ഗോഡ് സെൽസിനകത്ത് ഓസ്മോട്ടിൽ പൊട്ടൻഷ്യൽ കൂടാൻ കാരണമാകുന്നു. ഓസ്മോട്ടിൽ പൊട്ടൻഷ്യൽ വർദ്ധിക്കുകയും അത് വഴി തൊട്ടടുത്ത കോശങ്ങളിൽ നിന്ന് വാട്ടർ ജലം കാവൽ കോശങ്ങളിലേക്ക് സഞ്ചരിക്കുകയും പ്രവഹിക്കുകയും കാവൽ കോശങ്ങൾ വീർക്കുകയും സ്റ്റൊമാറ്റ ഓപ്പൺ ആവുകയും ചെയ്യുന്നതാണ് അദ്ദേഹം തെളിയിച്ചത്. അതിന്റെ ഒരു ഫ്ലോ ചാർട്ട് നോക്കാം. പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഗോഡ് സെൽസിലെ കാവൽ കോശങ്ങളിലെ ഫോട്ടോസ് നടക്കുന്നു, പഞ്ചസാര രൂപീകരണം നടക്കുന്നു, അത് കോശദ്രവത്തിലെ സൈറ്റോപ്ലാസിലെ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ വർദ്ധിപ്പിക്കാൻ കൂടാൻ കാരണമാകുന്നു. അനുബന്ധ കോശങ്ങൾ സബ്സിഡറി കോശങ്ങളിൽ നിന്ന് കാവൽ കോശത്തിലേക്ക് എൻഡോസ്മോസ് വഴി അകത്തേക്ക് ജലം സഞ്ചരിക്കുന്നതിന് എൻഡോസ്മോസ് എന്നല്ല പറയുന്നത്. ഒരു സെല്ലിനകത്തേക്ക് വാട്ടർ കിടക്കുന്നതിന് എൻഡോസ്മോസ് എന്ന് പറയുന്നത്. അങ്ങനെ നടക്കുന്നതിന് ഫലമായിട്ട് കാവൽ കോശങ്ങൾ വീർക്കുന്നു. അങ്ങനെ വെള്ളം കയറുമ്പോൾ അതിനകത്ത് ടർഗർ പ്രഷർ ഉണ്ടാകുന്നു. പ്രഷർ കൂടുമ്പോൾ സെല്ലുകൾ വീർത്ത് സ്റ്റൊമാറ്റ തുറക്കുന്നു എന്നാണ് ഈ ഒരു സിദ്ധാന്തത്തിൽ പറഞ്ഞത്. പക്ഷെ ഇതിന്റെ ദോഷങ്ങൾ എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡ് ഇലയ്ക്ക് ചുറ്റും അതിന്റെ സാന്ദ്രത എപ്പോഴും കൂടുതലായിരിക്കും. അങ്ങനെ വരികയാണെങ്കിൽ സ്റ്റൊമാറ്റയുടെ വിശാലമായിട്ടുള്ള തുറക്കലിന് കാരണമാകും. പക്ഷേ ഇവിടെ ഭാഗികമായിട്ടുള്ള ഒരു അടവും സംഭവിക്കുന്നുണ്ട്. ഈ ഒരു തിയറിയിലൂടെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. മറ്റൊരു പ്രത്യേകത, കാവൽ കോശങ്ങളുടെ ഹരിതകണം നന്നായിട്ട് വികാസം പ്രാപിക്കുന്നുണ്ട്, വെൽ ഡെവലപ്ഡ് അല്ല. അതുകൊണ്ട് തന്നെ സജീവമായിട്ട് അതിനകത്ത് എപ്പോഴും പ്രകാശ സംശ്ലേഷണം നടക്കണമെന്നില്ല. അങ്ങനെയുള്ള കഴിവില്ലാത്തത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ രീതിയിൽ സ്റ്റൊമാറ്റ ഓപ്പൺ ആകില്ല എന്ന് തെളിയിക്കപ്പെട്ടു. അതായത് ഈ തിയറി അങ്ങനെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അടുത്ത രണ്ടാമത്തെ സിദ്ധാന്തമാണ് അന്നജം പഞ്ചസാരയുടെ പരസ്പര പരിവർത്തന സിദ്ധാന്തം, സ്റ്റാർ ഷുഗർ ഇന്റർ കൺവേർഷൻ തിയറി. ഇത് ആദ്യമായിട്ട് കൊണ്ടുവന്നത് ലോയിഡ് എന്ന സയന്റിസ്റ്റ് ആണ്. അതായത് പകൽ സമയങ്ങളിൽ പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായിട്ട് കാവൽ കോശങ്ങളിൽ നേരത്തെ പറഞ്ഞതുപോലെ അന്നജം കാർബോഹൈഡ്രേറ്റ് ഉൽപ്പാദിപ്പിക്കുന്നു. പിന്നീട് ഇത് കൺവേർട്ട് ചെയ്ത് പഞ്ചസാരയായിട്ട് ഷുഗറായിട്ട് മാറും. അപ്പൊ കാവൽ കോശങ്ങളുടെ സൈറ്റോപ്ലാസത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുമ്പോൾ എന്ത് പറ്റും? പഞ്ചസാര എന്ന സൊല്യൂട്ടാണ്. സൊല്യൂട്ട് കൂടുമ്പോൾ ആ സോൾവെന്റ് അളവ് കുറയും. സോൾവെന്റ് അളവ് കുറയുമ്പോൾ അവിടെ വാട്ടർ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുന്നു? കുറയും. വാട്ടർ പൊട്ടൻഷ്യൽ കുറയുമ്പോൾ വാട്ടർ പൊട്ടൻഷ്യൽ എവിടെയാണോ കൂടുതൽ അവിടെ നിന്ന് വാട്ടർ പൊട്ടൻഷ്യൽ കുറഞ്ഞ സ്ഥലത്തേക്ക് മൂവ്. അപ്പൊ എവിടെയായിരിക്കും ഇപ്പോൾ വാട്ടർ പൊട്ടൻഷ്യൽ കൂടുതൽ? സമീപ കോശങ്ങളായ അനുബന്ധ കോശങ്ങളിലായിരിക്കും. സബ്സിഡറി കോശങ്ങളിൽ വാട്ടർ പൊട്ടൻഷ്യൽ കൂടുതൽ, സൊല്യൂട്ട് ഇല്ലല്ലോ. അപ്പൊ അവിടെ നിന്ന് വാട്ടർ കാവൽ കോശങ്ങളിലേക്ക് വരികയും നേരത്തെ പറഞ്ഞതുപോലെ കാവൽ കോശങ്ങൾ വീർക്കുകയും സ്റ്റൊമാറ്റ ഓപ്പൺ ആവുകയും ചെയ്യുന്നത്. രാത്രിയിൽ ഈ പഞ്ചസാര വീണ്ടും തിരിച്ചെന്തായിട്ട് മാറും? സ്റ്റാർച്ചായിട്ട് മാറുമ്പോൾ സൊല്യൂട്ട് ഗോഡ് സെൽസിൽ കുറയുന്നു. അപ്പോൾ അവിടെ വാട്ടർ പൊട്ടൻഷ്യൽ കൂടുന്നു. വാട്ടർ പൊട്ടൻഷ്യൽ കൂടുമ്പോൾ അവിടെ നിന്ന് വെള്ളം കുറഞ്ഞ സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ ഗോഡ് സെൽസ് ചുരുങ്ങുന്നു. അതിന്റെ ഫലമായിട്ട് സ്റ്റൊമാറ്റ അടയുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ ഈ ഒരു തിയറി ഇതുവരെ അംഗീകരിക്കപ്പെട്ടില്ല, അംഗീകരിക്കാത്തൊരു തിയറിയാണ്. അടുത്ത സിദ്ധാന്തമാണ് ഗ്ലൈക്കോലേറ്റ് മെറ്റാബോളിസത്തിന്റെ സിദ്ധാന്തം, തിയറി ഓഫ് ഗ്ലൈക്കോലേറ്റ് മെറ്റാബോളിസം. ഇത് ആദ്യമായിട്ട് കൊണ്ടുവന്നത് സെലിച്ച് എന്ന സയന്റിസ്റ്റ് ആണ്. 1963 കാവൽ കോശങ്ങളിൽ ഉണ്ടാകുന്ന ഗ്ലൈക്കോളിക് ആസിഡിന്റെ ഫലമായിട്ടാണ് സ്റ്റൊമാറ്റ ഓപ്പൺ ആകുന്നതാണ് ഈ തിയറി പറയുന്നത്. കാർബൺ ഡയോക്സൈഡിന്റെ കുറഞ്ഞ സാന്ദ്രതയിൽ ഗ്ലൈക്കോളേറ്റ് ഉണ്ടാകുന്നു. ഈ ഗ്ലൈക്കോലേറ്റ് പിന്നീട് കൺവേർട്ട് ചെയ്ത് കാർബോഹൈഡ്രേറ്റ് മാറുന്നു. അങ്ങനെ കാർബോഹൈഡ്രേറ്റ് പഞ്ചസാര ഉണ്ടാകുമ്പോൾ ഗോഡ് സെൽസിനകത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഓസ്മോട്ടിക് മർദ്ദം വ്യത്യാസം ഉണ്ടാവുകയും തൊട്ടടുത്ത സെല്ലുകളിൽ നിന്ന് വെള്ളം കയറുകയും ഗോഡ് സെൽസ് വീർക്കുകയും അതോടൊപ്പം തന്നെ ATPയുടെ ഉൽപാദനത്തിൽ പങ്കെടുക്കാൻ പറ്റുമെന്നൊക്കെ ഈ തിയറി പറയുന്നത്. എന്നാൽ ഇരുട്ടിൽ നൈറ്റിൽ സ്റ്റൊമാറ്റ ഓപ്പൺ ആവുന്ന പ്ലാൻ ഉണ്ട്. അത് വിശദീകരിക്കാൻ ഈ തിയറി കൊണ്ടുവന്ന സയൻസിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇതും അംഗീകരിക്കപ്പെട്ടിട്ടില്ല.
അടുത്തതാണ് സജീവ പൊട്ടാസ്യം പമ്പ് സിദ്ധാന്തം. ആക്റ്റീവ് പൊട്ടാസ്യം പമ്പ് തിയറി വളരെയധികം അംഗീകരിച്ച സിദ്ധാന്തമാണ്. 1974 ലെവിറ്റ് ആണ് നിർദ്ദേശിച്ചത്. എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത സിദ്ധാന്തം. പകൽ സമയത്ത് കാവൽ കോശങ്ങളിൽ സ്റ്റാർച്ച് അല്ലെങ്കിൽ അന്നജം മാലിക് ആസിഡ് കൺവേർട്ട് ചെയ്യും. ഇങ്ങനെ മാലിക് ആസിഡ് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് H+ അയണുകൾ രൂപപ്പെടുന്നുണ്ട്, പ്രോട്ടോണുകൾ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഈ പ്രോട്ടോണുകൾ പകരമായി കാവൽ കോശങ്ങൾ അബ്സോർബ് ചെയ്യുന്നത്, ആഗിരണം ചെയ്യുന്നത് പൊട്ടാസ്യം അയോണുകളായിരിക്കും. അങ്ങനെ പൊട്ടാസ്യം അയോണുകളെ സ്വീകരിക്കണമെങ്കിൽ ഒരു അയോണിക് എക്സ്ചേഞ്ച് നടക്കുന്നത്. ആ ഒരു അയോണിക് എക്സ്ചേഞ്ച് നടക്കണമെങ്കിൽ ആക്റ്റീവായിട്ടുള്ള അയോണിക് എക്സ്ചേഞ്ച് ആണ്. സജീവമായിട്ടുള്ള അയോണിക് എക്സ്ചേഞ്ച് നടക്കണമെങ്കിൽ നമുക്കറിയാം എനർജി വേണം. അപ്പൊ ATPയുടെ സഹായത്താൽ ഈ ഒരു അയോണിക് എക്സ്ചേഞ്ച് നടക്കും. പൊട്ടാസ്യം അയോണുകളെ തൊട്ടടുത്ത സമീപ കോശങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അനുബന്ധ കോശങ്ങളിൽ നിന്ന്, സബ്സിഡറി കോശങ്ങളിൽ നിന്ന് അയോണുകളെ കാവൽ കോശങ്ങൾ അബ്സോർബ് ചെയ്യും. ഇങ്ങനെ നടക്കുമ്പോൾ നേരത്തെ പറഞ്ഞ എനർജിയുടെ സഹായത്തിലാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു ഹോർമോൺ സഹായിക്കുന്നുണ്ട്, സൈറ്റോകിനിൻ. അപ്പൊ സൈറ്റോകിനിൻ എന്ന ഹോർമോണാണ് പൊട്ടാസ്യം അയോണിന്റെ ആ അബ്സോർപ്ഷൻ സഹായിക്കുന്നത്. അതുവഴി സ്റ്റൊമാറ്റോ ഓപ്പൺ ആകുന്നു. അപ്പൊ സ്റ്റൊമാറ്റോയുടെ ഓപ്പണിങ്ങുമായി ബന്ധപ്പെട്ട ഹോർമോൺ എന്ന് ചോദിച്ചാൽ അത് സൈറ്റോകിനിൻ ആണ്. സസ്യ ഹോർമോണാണ് സൈറ്റോകിനിൻ. ഇതുണ്ടെങ്കിൽ ഈ പറഞ്ഞ അയോണിക് എക്സ്ചേഞ്ച് നടക്കത്തുള്ളൂ. ഇതേ രീതിയിൽ കാവൽ കോശങ്ങളിൽ അയോണിക് എക്സ്ചേഞ്ച് നടക്കുമ്പോൾ കാവൽ കോശങ്ങളിനകത്ത് K+ അയോണിന്റെ, പൊട്ടാസ്യം അയോണിന്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലായിരിക്കും. H+ന്റെ കോൺസെൻട്രേഷൻ വളരെ കുറവുമായിരിക്കും. അയോണുകളുടെ കോൺസെൻട്രേഷൻ വ്യത്യാസം വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കോശദ്രവ്യത്തിൽ, ഗോഡ് സെൽസിന്റെ കോശദ്രവ്യത്തിൽ pH ചേഞ്ച് ആവാൻ കാരണമാവും. pH 7-ൽ കൂടുതലാവുകയും മീഡിയം ആൽക്കലൈൻ മീഡിയമായിട്ട് മാറുകയും ചെയ്യും. ഇങ്ങനെ K+ അയോണുകൾ കൂടുതലായിട്ട് ഗോഡ് സെൽസിൽ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ കാവൽ കോശങ്ങൾക്കുള്ളിലും പുറത്തുമായിട്ടൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. വൈദ്യുത അയോണിക സന്തുലിതാവസ്ഥ നിലനിർത്താൻ വേണ്ടി ക്ലോറൈഡ് അയോണിനെ കൂടെ ആരാഗിരണം ചെയ്യും? കാവൽ കോശങ്ങൾ ആഗിരണം ചെയ്യും. അപ്പോൾ പൊട്ടാസ്യം അയോണുകളുടെ മാത്രമല്ല, ക്ലോറൈഡ് അയോണിനും കൂടെ എന്തെങ്കിലും ബാലൻസിങ്ങിന് വേണ്ടി, അയോണിക് ബാലൻസിന് വേണ്ടി കാവൽ കോശങ്ങൾ ആഗിരണം ചെയ്യും. അപ്പോൾ പകൽ സമയത്ത് പൊട്ടാസ്യം അയോണിനെയും ക്ലോറൈഡ് അയോണിനെയും ഇത് ഗോഡ് സെൽസിനകത്തേക്ക് ആഗിരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. കാവൽ കോശങ്ങൾ പൊട്ടാസ്യം അയോണുകൾ കയറി കഴിഞ്ഞത് എന്തിനു വേണ്ടിയാണ് കാവൽ കോശങ്ങൾ പൊട്ടാസ്യം അയോൺ പ്രവേശിക്കുന്നത്? ഇങ്ങനെ കയറിയ പൊട്ടാസ്യം അയോണുകൾ നേരത്തെ ഉണ്ടായ മാലേറ്റ് അയോണുകളുമായി, മാലിക് ആസിഡ് കൺവേർഷൻ ഉണ്ടായ മാലേറ്റ് അയോണോട് ചേർന്ന് പൊട്ടാസ്യം മാലേറ്റ് ഉണ്ടാവും. ഇങ്ങനെ പൊട്ടാസ്യം മാലേറ്റ് കാവൽ കോശങ്ങൾ ഉണ്ടെങ്കിൽ അത് അതിനകത്തുള്ള സൈറ്റോപ്ലാസത്തിലെ ജലസാധ്യത കുറയ്ക്കും, അതായത് വാട്ടർ കണ്ടന്റ് കുറയ്ക്കുകയും തൽഫലമായിട്ട് OP ഇൻക്രീസ് ചെയ്യും, ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യുകയും. ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ ഇൻക്രീസ് എന്താ സംഭവിക്കുക? അവിടെ എൻഡോസ്മസ് നടക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് സബ്സിഡറി കോശങ്ങളിൽ വാട്ടർ കൂടുതലായിരിക്കും. അവിടെ നിന്ന് ഈ കുറവുള്ള കാവൽ കോശങ്ങളിൽ വാട്ടർ എൻ്റർ ചെയ്യും. അതിന് എൻഡോസ്മസ് നടക്കുകയും നേരത്തെ പറഞ്ഞതുപോലെ ഗോഡ് സെൽസ് വീർക്കുകയും, അതായത് പുറത്തെ ഭിത്തി കനം കുറവും അകത്തെ ഭിത്തി ഇലാസ്തികത ഉള്ളതുകൊണ്ട് തന്നെ വാട്ടർ എൻ്റർ ചെയ്യുമ്പം പുറത്തെ ഭിത്തി പുറത്തോട്ട് ബൾജ് ചെയ്യും, അതേസമയം അകത്തെ ഭിത്തി വലിയുകയും ചെയ്യും. അങ്ങനെ ബൾജിങ്ങിന്റെയും വലിയുന്നതിന്റെ ഫലമായിട്ട് കാവൽ കോശങ്ങൾ വികസിക്കുമ്പോൾ സ്റ്റൊമാറ്റ ഓപ്പൺ ആകും. ഇങ്ങനെ സ്റ്റൊമാറ്റയുടെ ഓപ്പണിങ്ങിന് കാർബൺ ഡയോക്സൈഡിന്റെ കോൺസെൻട്രേഷനും ഒരു പരിധിവരെ സഹായിക്കുന്ന ഈ സിദ്ധാന്തം പറയുന്നത്. അതായത് ഇതിന്റെ പരിസര പ്രദേശം, കാവൽ കോശങ്ങളുടെ പരിസര പ്രദേശത്ത് കാർബൺ ഡയോക്സൈഡിന്റെ സാന്ദ്രത കുറവായിരിക്കും. കാരണം കാർബൺ ഡയോക്സൈഡ് ആരെ അബ്സോർബ് ചെയ്തിരിക്കുകയാണ്? ഇല അബ്സോർബ് ചെയ്ത് ഫോട്ടോസിന് ഉപയോഗിക്കുമ്പോൾ പുറം സൈഡിലെ അതിന്റെ സമീപ പ്രദേശങ്ങളിൽ കാർബൺ ഡയോക്സൈഡിന്റെ സാന്ദ്രത കുറവായിരിക്കും. ആ സാന്ദ്രത കുറയുന്നത് സ്റ്റൊമാറ്റ തുറക്കാൻ കാരണമാകുന്നതാണ് ഈ സിദ്ധാന്തം പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് പകൽ സമയത്ത് സ്റ്റൊമാറ്റ ഓപ്പൺ ചെയ്യുന്നത് മനസ്സിലായോ? പകൽ സമയത്ത് ഗോഡ് സെൽസിലേക്ക് പൊട്ടാസ്യം അയോണുകളും ക്ലോറൈഡ് അയോണുകളും എൻ്റർ ആവുന്നു. ആ സമയത്ത് സ്റ്റാർച്ച് കൺവേർട്ട് ചെയ്ത് മാലിക് ആസിഡായിട്ട് മാറും, മാലേറ്റ് അയോണുകൾ ഉണ്ടാവും. ഈ മാലേറ്റ് അയോണുകൾ എന്ത് ചെയ്യുന്നു? പൊട്ടാസ്യം അയോണുകളുമായിട്ട് ചേർന്ന് പൊട്ടാസ്യം മാലേറ്റ് ഉണ്ടാകുന്നു. പൊട്ടാസ്യം മാലേറ്റ് ഉണ്ടാകുന്നത് കൊണ്ടാണ് സെല്ലിനകത്ത് വാട്ടർ കണ്ടന്റ് കുറയുകയും സമീപ പ്രദേശങ്ങളിൽ നിന്ന് വാട്ടർ സെല്ലിലേക്ക് എന്ത് ചെയ്യുന്നത്? എൻ്റർ ചെയ്യുകയും സ്റ്റൊമാറ്റോ ഓപ്പൺ ആവുകയും ചെയ്യും. ഇതിന് സഹായിച്ച ഹോർമോൺ സൈറ്റോകിൻ ആണ്. അതോടൊപ്പം പരിസരത്തുള്ള കാർബൺ ഡയോക്സൈഡിന്റെ കുറവ്, സാന്ദ്രത കുറവും ഒരു പരിധിവരെ സ്റ്റൊമാറ്റോ ഓപ്പൺ ചെയ്യാൻ സഹായിക്കുന്നു. രാത്രി കാലങ്ങളിൽ സ്റ്റൊമാറ്റോ ക്ലോസ് ചെയ്യും. എങ്ങനെയെന്ന് വെച്ചാൽ ഇതിന്റെ നേരെ റിവേഴ്സ് ഓർത്താൽ മതി. പകൽ സമയത്ത് പൊട്ടാസ്യം ക്ലോറൈഡ് അയോണുകൾ ഗോഡ് സെൽസിൽ പ്രവേശിക്കുമ്പോൾ ഇത് തിരിച്ച് പഴയതുപോലെ എങ്ങോട്ട് പോകും? സമീപ കോശങ്ങളിലേക്ക്, സബ്സിഡറി കോശങ്ങളിലേക്ക് പോകും. അതിന്റെ ഫലമായിട്ട് സമീപ കോശങ്ങളിൽ വാട്ടർ പൊട്ടൻഷ്യൽ വ്യത്യാസം കുറവായിരിക്കും. കൂടിയ സ്ഥലത്ത് നിന്ന് വെള്ളം കുറഞ്ഞ സ്ഥലത്തേക്ക് മൂവ് ചെയ്യും. തൽഫലമായിട്ട് സ്റ്റൊമാറ്റോ ചുരുങ്ങുന്നു. നോക്കാം, പ്രകാശ സംശ്ലേഷണം രാത്രി നടക്കുന്നില്ല. തൽഫലമായിട്ട് സമീപ കോശങ്ങളിൽ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടുതലായിരിക്കും. അതിന്റെ ഫലമായിട്ട് ഗോഡ് സെൽസിൽ നേരത്തെ ഉണ്ടായ മാലിക് ആസിഡ് വീണ്ടും അന്നജമായിട്ട് മാറും. അപ്പോൾ പൊട്ടാസ്യം അയണിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. മാലിക് ആസിഡ് അന്നജമായിട്ട് മാറുമ്പോൾ പൊട്ടാസ്യം അയൺ ഫ്രീ ആവും. ആ പൊട്ടാസ്യം അയോണുകൾ തിരികെ എങ്ങോട്ട് പോകും?
സമീപ കോശങ്ങളിലേക്ക് പോകും. സമീപ കോശങ്ങളിൽ പൊട്ടാസ്യം കൊണ്ട് ഗാഢത കൂടുതലാണ്, അവിടെ വാട്ടർ കുറവാണ്. ഇപ്പോൾ വാട്ടർ ഇപ്പൊ എവിടെയായിരിക്കും കൂടുതൽ? ഗോഡ് സെൽസിലല്ലേ. ഗോഡ് സെൽസിൽ നിന്നും വാട്ടർ നേരെ തിരിച്ച് മൂവ് ചെയ്യും. തിരികെ കോശത്തിന് പുറത്തോട്ട് വാട്ടർ പോകുന്നതിന് എക്സോസ്മോസ് എന്നാണ് പറയുന്നത്. അകത്തോട്ട് പ്രവേശിച്ചാൽ എൻഡോസ്മോസ്, തിരികെ പോകുന്നത് എക്സോസ്മോസ്. എക്സോസ്മോസ് നടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സെല്ല് ചുരുങ്ങാൻ തുടങ്ങും. ചുരുങ്ങുമ്പോൾ എന്ത് ചെയ്യും? സ്റ്റൊമാറ്റ ക്ലോസ്ഡ് ആകും. ഇങ്ങനെ ചുരുങ്ങാൻ കാരണമാകുന്ന ഒരു ഹോർമോൺ കൂടി വരും. ആ ഹോർമോൺ കൊടുത്തിരിക്കുക അബ്സിക് ആസിഡ്. തുറക്കാൻ സൈറ്റോകിൻ ആണെങ്കിൽ അടയാൻ സഹായിക്കുന്നത് അബ്സിസിക് ആസിഡ്. അബ്സിസിക് ആസിഡ് എന്നൊരു ഹോർമോണാണ്, വളർച്ചയെ തടയുന്ന ഹോർമോണാണ്. ഇതിന്റെ സാന്നിധ്യമാണ് പൊട്ടാസ്യം അയോണിന്റെ ആകുന്നത് രാത്രി തടയുന്നത്. ഈ അബ്സിസിക് ആസിഡ് ഉള്ളത് കൊണ്ടാണ് രാത്രി പൊട്ടാസ്യം അയോണിന്റെ അബ്സോർഷൻ നിൽക്കുകയും തിരികെ പോവുകയും ചെയ്യുന്നത്. അബ്സോർഷൻ തടഞ്ഞില്ലെങ്കിൽ രാത്രിയും സ്റ്റൊമാറ്റോ ഓപ്പൺ ചെയ്താൽ അല്ലേ. ഈ അബ്സിസിക് ആസിഡ് ഉള്ളത് കൊണ്ട് രാത്രി അതിന്റെ അപ്റ്റേക്ക് ആഗിരണം തടയുന്നത് കൊണ്ടാണ് പൊട്ടാസ്യം അയോണുകൾ രാത്രി തിരികെ സമീപവശങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്. ആ സമയത്ത് H+ അയോണിന്റെ ഒഴുക്ക് തടയുകയും ചെയ്യും. H+ന്റെ മൂവ്മെന്റും തടയുന്നത് അബ്സിസിക് ആസിഡ് തന്നെയാണ്. അബ്സിസിക് ആസിഡും അതുപോലെ കാർബൺ ഡയോക്സൈഡും ചേർന്നാണ് കോശങ്ങളിലെ pH കുറയ്ക്കുന്നതിന് കാരണമാകുന്നതും. അത് അമ്ലത്വം, അസിഡിറ്റി ഉണ്ടാക്കാൻ, pH 7 കുറച്ച് അമ്ലത്വമാക്കാൻ സഹായിക്കുന്നു. അതുഫലമാണ് സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്യുന്നത്. പകൽ സമയം നടക്കുന്ന നേരെ ഓപ്പോസിറ്റ് ചിന്തിച്ചാൽ മതി. സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്യുന്നത്. ഓപ്പൺ ചെയ്യാൻ സഹായിച്ച ഹോർമോൺ ഏതാണ്? സൈറ്റോകിൻ. ക്ലോസ് ചെയ്യാൻ സഹായിച്ചത് അബ്സിസിക് ആസിഡ് അഥവാ AB ആണ്. സ്ട്രെസ് ഹോർമോണും ആന്റി ഗിബലിൻ എന്നറിയപ്പെടുന്നത് ഏത് തന്നെയാണ്? അബ്സിസിക് ആസിഡ് ആണ്. വരൾച്ച കാലത്ത് പ്ലാന്റ്സുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നല്ല ഡ്രൗട്ട് ഒക്കെ വരുമ്പോൾ പകൽ സമയത്ത് പോലും സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്ത് ട്രാൻസ്പിറേഷൻ നടക്കാതെ ചെടികളെ സംരക്ഷിക്കുന്നു. സ്ട്രെസ്ഫുൾ കണ്ടീഷനെ ഓവർകം ചെയ്യാൻ സഹായിക്കുന്നത് കൊണ്ടാണ് സ്ട്രെസ് ഹോർമോൺ എന്നറിയപ്പെടുന്നത്. അതായത് സ്റ്റൊമാറ്റ ക്ലോസ് ആയി നല്ല ഡ്രൗട്ട് ഒക്കെ വരുമ്പോൾ സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്ത് ട്രാൻസ്പിറേഷൻ പ്രിവെന്റ് ചെയ്ത് പ്ലാന്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യും. എല്ലാ ചെടികളിലും പകൽ സമയം തന്നെയാണോ സ്റ്റൊമാറ്റ ഓപ്പൺ ചെയ്യുന്നതും രാത്രി തന്നെയാണോ സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്യുന്നതും? മരുഭൂമിയിൽ കാണപ്പെടുന്ന ചില ചെടികളുടെ പ്രത്യേകത, സക്കുലന്റ് പ്ലാന്റ്സിലെ പകൽ സമയത്ത് സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്യുകയും നൈറ്റിലും അത് ഓപ്പൺ ചെയ്യുകയും ചെയ്യും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പകൽ സമയത്ത് സ്റ്റൊമാറ്റ ഓപ്പൺ ആയാൽ മരുഭൂമിയിലെ കാലാവസ്ഥ അനുസരിച്ച് ട്രാൻസ്പിറേഷൻ നടന്ന് വാട്ടർ ലോസ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാന്റ്സിന്റെ പ്രൊട്ടക്ഷനിൽ ട്രാൻസ്പിറേഷൻ പ്രിവെന്റ് ചെയ്യുക, അതുവഴി വാട്ടർ കൺസർവ് ചെയ്യുക എന്ന ലക്ഷ്യത്തിലാണ് പകൽ സമയത്ത് അത്തരം പ്ലാന്റുകൾ സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്തതും രാത്രി ഓപ്പൺ ചെയ്തതും. ഇതിന് സഹായിക്കുന്ന ലൈറ്റ് ബ്ലൂ ലൈറ്റ് ആണ്. ഇതിന് സഹായിക്കുന്ന ഒരു പാത്വേ ഉണ്ട്. ഫോട്ടോസ് ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് C3, C4 സൈക്കിളിന്റെ കൂട്ടത്തിൽ പഠിക്കുന്ന ഒരു പാത്വേ ആണ് ക്രാസുലേഷ്യൻ ആസിഡ് മെറ്റാബോളിസം. ആ മെറ്റാബോളിസം സഹായത്തോടു കൂടിയാണ് ഈ സ്റ്റൊമാറ്റ പകല് ക്ലോസ് ചെയ്യുന്നതും നൈറ്റിൽ ഓപ്പൺ ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ അത്തരം പാത്വേ കാണിക്കുന്ന പ്ലാന്റുകളെ CAM പ്ലാന്റ്സ് എന്നറിയപ്പെടാറുണ്ട്. എക്സാമ്പിൾ ബ്രയോഫിലം, ഇളമുളച്ചി, ഒപ്പൻഷെ കള്ളുമുടിച്ചെടി, പൈനാപ്പിൾ, കലോഞ്ചോ, നമ്മുടെ വീട്ടിലെ ഗാർഡൻ പ്ലാന്റ് ആയ കലോഞ്ചോ, സെഡം, അതുപോലെ ക്രാൻസില തുടങ്ങിയ പ്ലാന്റുകളെല്ലാം ഈ ഒരു CAM പ്ലാന്റ്സിന് എക്സാമ്പിൾ. അതായത് ബ്ലൂ ലൈറ്റിൽ നൈറ്റിൽ സ്റ്റൊമാറ്റ ഓപ്പൺ ചെയ്യും, പകൽ സമയത്ത് അത് ക്ലോസ് ചെയ്യും. സ്റ്റൊമാറ്റ, അതിന്റെ സ്ട്രക്ചർ, ടൈപ്പ് ഓഫ് സ്റ്റൊമാറ്റ, അത് ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതും ബന്ധപ്പെട്ട തിയറീസ് ആണ് ഡിസ്കസ് ചെയ്തത്. ക്ലാസ് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് കാണാം. എല്ലാവർക്കും ശുഭദിനം.